ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എക്സ്ട്രാ ഡീസന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്പെറ്റ്സ് ഒക്കെ വെച്ചിട്ട് മാറ്റിയേക്കാം. സുരാജേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. കണ്ടന്റിൽ ചിലർ കുറ്റം പറയുന്നവരുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കഴുകും കണ്ണുകൊണ്ട് കാണുന്നോണ്ടാണ് തോന്നാത്തത്. നല്ല കണ്ണിൽ കൂടെ നോക്കിയിട്ട് പറയണ്ട. ഇപ്പൊ നമ്മള് നല്ല ബന്ധമാണ്. 20-ാം തീയതി പറഞ്ഞായിരുന്നു. സുരാജ് ഭായിക്ക് ആകെ അറിയാവുന്ന കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിവറേജസിന്റെ ഇതില്ല, പണ്ടത്തെ ആ കൗണ്ടറാണ് മെയിൻ ആയിട്ട്. അവരെ കിട്ടിയപ്പോ കടന്ന് മെയ്യുന്നുണ്ടോ അബദ്ധം പറ്റിയതാണ്. ഒരു ഷെയ്ക്കാൻഡി പങ്കുകൊടുത്തരാ, അതൊന്ന് പരാതി തീർക്കാൻ. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എക്സ്ട്രാ ഡീസന്റ് എന്ന മൂവിയുടെ വിശേഷം പങ്കുവെക്കാനാണ്. അതിന് നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആർട്ടിസ്റ്റ് എല്ലാവരും കൊണ്ട് നിറഞ്ഞിരിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് സുരാജേട്ടനെയും തന്നെ അങ്ങ് തുടങ്ങാം. തുടങ്ങുമല്ലേ? യെസ്. എക്സ്ട്രാ ഡീസന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്പെറ്റ്സ് ഒക്കെ വെച്ചിട്ട് മാറ്റിയേക്കാം. വേണ്ട, നല്ല ഭംഗിയുണ്ടായിരുന്നു, വെച്ചോ. തലമുത്ത ആളെന്നുള്ള രീതിയിൽ നിങ്ങളിൽ വെച്ച് തുടങ്ങാന്ന് ഓർത്താണ്. തലമൂത്ത് അങ്ങനെ വേണ്ടായിരുന്നു. ഇല്ല എന്തെങ്കിലും വെറൈറ്റി വേണ്ടെന്ന് വിചാരിച്ചിട്ട് വേണ്ട. ഇല്ല സത്യത്തിൽ ഇല്ല, നമ്മൾ സ്വീകരിക്കും എപ്പോഴാന്ന് വെച്ചാൽ ഈ പോസ്റ്റേഴ്സിലെ തന്നെ സ്പെറ്റ്സ് വെക്കുമ്പോ സെറ്റ് അല്ലേ? കറക്റ്റ് ആർട്ടിസ്റ്റ് ആക്ടർ വേണ്ട. നമ്മൾ എന്താ ചോദിച്ചത്? ഇരുന്നോട്ടെ, നല്ല രസം ഉണ്ടായിരുന്നു. ഓവർസീസ് പോകുമ്പോ വേണ്ട, നിങ്ങൾക്കൊന്നും അതിന്റെ ഇതറിയില്ല. നമ്മൾ ഓവർസീസ് പിടിച്ചു. ഓക്കെ, എല്ലാം മാറ്റി വെച്ചത് എക്സ്ട്രാ ഡീസന്റ്. പറഞ്ഞാട്ടെ, എന്നാ വിശേഷം അതിനെ പറ്റി പറയാനുള്ളത്? നല്ല വിശേഷം. നന്നായിട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് ആ സിനിമ പൂർത്തീകരിച്ചു. ഒരുപാട് ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളുണ്ട്. രസകരമായിട്ട് എല്ലാ പണികളും പൂർത്തീകരിച്ചു എന്നാണ് നമ്മുടെ വിശ്വാസം. അല്ലേ? എല്ലാം പൂർത്തിയായി. ഇനി ലിസ്റ്റിൻ സ്റ്റീഫൻ വിചാരിക്കണം ഇത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ. എല്ലാ സ്ഥലത്തും ബോർഡൊക്കെ കയറിയില്ലേ, ഫ്ലക്സുകളൊക്കെ വന്നു. പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ ഈ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നു. ഇനി ആൾക്കാർ ഇതെല്ലാം കണ്ടിട്ട് തിയേറ്ററിലേക്ക് വരിക. നമ്മൾ 100% എല്ലാം ശരിയാക്കി ഇതാക്കി വെച്ചേക്കാം. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക, ക്യാരക്ടർ ചേഞ്ച് വരുന്നുണ്ടോ, ഒരു സെക്കൻഡെങ്കിലും മാറുന്നുണ്ടോ. കാരണം തുടക്കം തൊട്ടേ ഭയങ്കര പെർഫെക്റ്റ്, അച്ഛനമ്മയോട് ഇത്രയും സ്നേഹമുള്ള ഒരു മകൻ. നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എവിടെയെങ്കിലും ചെയ്തു ലാസ്റ്റ് സമയത്ത് ആ ചെയറെടുത്ത് അടിക്കുന്ന ഒരു സീനുണ്ടല്ലോ, ശരിക്കും പെട്ടെന്ന് എടാ നീ ഇങ്ങനാണോ എന്നൊരു നമുക്ക് തന്നെ ഒരു തോട്ട് വരും. അങ്ങനെയൊക്കെ എന്താ പറയുക, വേരിയേഷൻസ് ഒത്തിരി ഉള്ള ഒരു ക്യാരക്ടർ ആണോ? അതെ. ഞാൻ ഇതുവരെ ഞാൻ ചെയ്യാത്ത, ഇല്ലെങ്കിൽ എന്തോ നമുക്ക് ആ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഏതൊരു ആക്ടർക്കും കൊതിയാവും. അത്രയും വേരിയേഷൻസ് ഉള്ള രസകരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിൻ്റെ തിരക്കഥാകൃത്തിനോടും സംവിധായകനോടും താങ്ക്സ് പറയുന്നു. പിന്നെ എല്ലാവർക്കും പെർഫോം ചെയ്യാനായിട്ടുള്ള ഏരിയ ഉണ്ട്. പുതിയ കഥയാണ്, കഥാപാത്രം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയൊക്കെ തന്നെയാണ് അതിനെക്കുറിച്ച്. ക്യാരക്ടറിന്റെ പേരും കൂടെ പറഞ്ഞാൽ പൂർത്തിയായി. ബിനു. യെസ്, സുരാജേട്ടൻ്റെ വായും തന്നെ നമുക്ക് കേൾക്കണം, അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത്. ബിനു. യെസ്, ഇനി നമ്മുടെ സ്വന്തം ഗ്രേസ് ചേച്ചിയോട് ചോദിക്കാം. എന്നാ വിശേഷം? എക്സ്ട്രാ ഡീസന്റിൽ ബിനുവിന്റെ ആരായിട്ടാണ് വരുന്നത്? എന്നാണ് ക്യാരക്ടർ? സഹോദരിയാണ്. കൂടുതൽ ക്യാരക്ടർ റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷെ ഒരു ഫാമിലി, നമുക്ക് അച്ഛനും അമ്മയായിട്ട് മക്കളൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റുന്ന, എൻ്റെ മക്കളല്ല ബാക്കി എല്ലാവരും മക്കളും അച്ഛനും അമ്മയായിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്ന ഫാമിലി മൂവിയാണ്. അതിൽ സുരാജേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ഈ സിനിമയിലുള്ളത്. ഇപ്പം സുരാജേട്ടൻ്റെ കൂടെ നമ്മൾ നാഗേന്ദ്രൻസ് ഇന്നും എനിക്ക് തോന്നുന്നു എല്ലാവരും ചോദിച്ച ചോദ്യമാണ്, എന്നാലും ഞാനും ചോദിക്കുക. കാരണം നമുക്ക് ആ ഒരു ക്യാരക്ടർ, നിങ്ങളുടെ രണ്ടുപേരും ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് തന്നെ. അതിൽ നിന്ന് ഇപ്പം മാറി ഇതിലേക്ക് വന്നപ്പം അതിൽ തന്നെ ചേച്ചി പറയുന്നുണ്ട്, സ്പോട്ടിൽ ഞാൻ ഭയങ്കര ഇംപ്രവൈസേഷൻ ചെയ്ത, മറ്റേ കുതിര ചാടുന്ന അങ്ങനെ ഒരു സാധനം പറഞ്ഞല്ലോ. അതേപോലെ ഇതിലെന്തെങ്കിലും ഇംപ്രവൈസേഷനോ അങ്ങനെ സ്പോട്ടിൽ എന്തെങ്കിലും പരിപാടിയോ അതിൽ കണ്ട് സുരാജേട്ടൻ ചിരിക്കുന്നതായിട്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഇതിൽ അങ്ങനത്തെ ചിരി വരുന്ന കൈൻഡ് ഓഫ് സ്ക്രിപ്റ്റിംഗ് അല്ല, സിറ്റുവേഷണൽ കോമഡിയാണ്. മറ്റേതിൽ കുറച്ചും കൂടെ നമ്മുടെ ഫിസിക്, ബോഡി എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു അനങ്ങിയുള്ള പരിപാടിയല്ലേ. ഇതിൽ അങ്ങനെയല്ല. ഇതിന്റെ സബ്ജക്റ്റ് പോകുന്നത് ഒരു വേറെ ഒരു റൂട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഡാർക്ക് ഹ്യൂമർ ആണ് കൂടുതലും. നമുക്ക് പറയാൻ അറിയാൻ മേലാത്ത വിധത്തിൽ ഇതിന്റെ സബ്ജക്റ്റ് പോകുന്നു. അതാണ് ഈ പടത്തിന്റെ പ്രത്യേകത. നിങ്ങളോട് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് കൺവേ ചെയ്ത കഥ അങ്ങ് പുറത്തും വരും അല്ലേ? ഓക്കെ. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഇംപ്രവൈസേഷൻ എപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അതിന്റെ ഒരു ഫ്രീഡം നമുക്ക് കിട്ടുന്നതുകൊണ്ട്, ഫ്രീഡം തരുന്ന ഒരു പ്രൊഡ്യൂസറും ഫ്രീഡം തരുന്ന ഒരു ഡയറക്ടറും ഫ്രീഡം തരുന്ന 2 പ്രൊഡ്യൂസേഴ്സും ഉള്ളതുകൊണ്ട്, പിന്നെ സുരാജേട്ടൻ തന്നെയാണ് ഇതിനോർത്തുള്ളതുകൊണ്ട് എല്ലാത്തിലും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു സുരാജേട്ടന്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ ഒരു സീൻ ചെയ്യുമ്പോൾ സുരാജേട്ടൻ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു തരും,
കുറച്ച് നീ വേണമെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ ചെയ്യ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോണത്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പരിപാടികൾ. ഓക്കെ, ഇനിയിപ്പം ആയിഷയ്ക്ക് ശേഷമാണ് സാറിൻ്റെ ഒരു മൂവി വരുന്നത്, എക്സ്ട്രാ ഡീസൻറ്റ്. അതും ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് സുരാജ് വഞ്ഞാറമൂട് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ബാനറിൽ. സോ എന്നാണ് പറയാനുള്ളത് ആസ് എ ഡയറക്ടർ? ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പോൾ തിയേറ്ററിക്കലി അത്രയും വലിയൊരു ഹിറ്റൊന്നും അല്ലാത്ത ക്രിട്ടിക്കലി അക്ലൈം കിട്ടിയിട്ടുള്ള ഒരു മൂവി ആദ്യം ചെയ്തു. അപ്പോൾ അതിനും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജോണറിൽ എല്ലാവർക്കും കൊമേഴ്ഷ്യലി വൈബിളായി ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കോമഡി സിനിമ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ 1-2-3 സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്യാം, രണ്ടാമത്തെ സിനിമ ഇത് അപ്രോച്ച് ചെയ്യാന്നുള്ള രീതിയിൽ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് സുരാജ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ പോയി കഥ പറയുമ്പോൾ ഒരിക്കലും സുരാജ് ചേട്ടൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസ് ഒരു ബാനറിൽ വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. സുരാജ് ചേട്ടൻ്റെ അടുത്ത് കഥ പറയുന്നു, സുരാജ് ചേട്ടൻ ആ ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. സുരാജ് വേറെ പ്രൊഡ്യൂസർ ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെയാണ് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. അന്ന് വൈകുന്നേരം തന്നെ സുരാജ് വിളിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ലിസ്റ്റിനും കൂടി നമ്മളോട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സന്തോഷേട്ടൻ നമ്മുടെ കോമൺ ഫ്രണ്ടായിട്ട് സന്തോഷേട്ടൻ്റെ അടുത്തും ഈ സബ്ജക്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ജോയിന്റ് വെഞ്ചർ പോലെ എല്ലാവരും കൂടി ഇതിലേക്ക് വരുന്നു. പിന്നെ സിനിമ സ്വാഭാവികമായിട്ടും അതിൻ്റെ വലിപ്പത്തിലേക്കും മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നു. മെയിനായിട്ട് ഈ കണ്ടന്റ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കപ്പ് എന്നോണം ഇപ്പോൾ മാജിക് ഫ്രെയിംസ് പോലത്തെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൂടി വരുമ്പോൾ നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ ഇതിന് അത്രയും നല്ല രീതിയിൽ സെല്ല് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതിൻ്റെ ശരിക്കുള്ള ഒരു പ്രതലം ഇന്ന് അവൈലബിൾ ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നത് മാജിക് ഫ്രെയിംസ് എന്നുള്ള മാജിക് ഫ്രെയിംസ് ആണ്. അപ്പോൾ അവർ കൂടി ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് അത്രയും ആശ്വാസവും പിന്നെ ഇനി നമ്മൾ എന്തൊക്കെ ഇവിടെ ഇരുന്ന് തള്ളി മറിച്ചാലും 20-ാം തീയതി തിയേറ്ററിൽ ഇത് വർക്കാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിലേക്കുള്ള എല്ലാ ഫ്ലേവറുകളും മ്യൂസിക്കിൽ ഇപ്പം അന്തിമേനാണ് ഇതിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. നമുക്ക് 5ഓളം പാട്ടുകൾ സിനിമക്കകത്ത് ഒരു പ്രൊമോഷൻ സോങ് ഇപ്പം ഇതിൽ ഇറങ്ങി. അപ്പോൾ ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസിന് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കൊച്ചു കുടുംബ ചിത്രം എന്ന അർത്ഥത്തിലാണ് നമ്മൾ ED ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ED ആദ്യം തൊട്ട് ഫിക്സ്ഡ് ആയിരുന്നോ സുരാജ് ചേട്ടനാണ് എന്നത്? സുരാജേട്ടൻ തന്നെയായിരുന്നു. പിന്നീട് സുരാജേട്ടനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റു പേരുകളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇല്ല വേണ്ട ഇത് സുരാജേട്ടൻ ചെയ്താൽ തന്നെയാണ് ആപ്റ്റ് ആവുക എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ സുരാജേട്ടനിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കഥ പറയും. ഇപ്പൊ നമ്മളിപ്പോ ഇരുന്നിട്ട് ഇതെന്താണ് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് റിവീൽ ആവുന്നതുകൊണ്ടാണ്. അതേപോലത്തെ മറ്റൊരു പ്രശ്നം ഈ കഥ ഒരാളുടെ അടുത്ത് പറയുമ്പോൾ ഉണ്ട്. അത് ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കഥ എടുത്തു വരുമ്പോൾ ഓവറോൾ ഇപ്പൊ സിനിമ കാണുന്നത് വളരെ എളുപ്പമാണ്. ഇതാണ് ഇപ്പൊ പറയാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള കഥ എന്ന് ചിലപ്പോൾ തോന്നാം. പക്ഷെ ഈ സിനിമയുടെ ഫസ്റ്റ് തോട്ടിൽ ഒരാളുടെ ഈ കഥ പറഞ്ഞിട്ട് ഇങ്ങനെയാണ്. അപ്പൊ ക്യാരക്ടർ ആർക്കും ഇതിന്റെ എല്ലാ ക്യാരക്ടർ വേരിയേഷൻസും മറ്റ് ക്യാരക്ടറുകളും സിറ്റുവേഷനും ഫാമിലിക്കകത്തുള്ള എല്ലാം പറഞ്ഞാലാണ് ഈ കഥ പൂർണ്ണമായിട്ടും കിട്ടുക. സുരാജേട്ടൻ പക്ഷെ അത് ഫസ്റ്റ് തന്നെ ബിനുവിനെ വെച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ഫസ്റ്റ് തോട്ടിൽ അതിനെ ഓൺലൈൻ പറയുമ്പോൾ തന്നെ ബിനു ഒക്കെ ആയിരുന്നു. യെസ്, ഇപ്പം ഒരു പ്രൊഡ്യൂസർ എന്നെ സംബന്ധിച്ച ഒരു സിനിമയുടെ ഒരു പിതാവ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനൊരു സിനിമ ഏതൊരു സിനിമ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രൊഡ്യൂസറിൻ്റെ ഉള്ളിൽ ഒരു ചങ്കെടുപ്പുണ്ട്, അയ്യോ ഫണ്ട് ഇറക്കുകയല്ലേ എന്നത്. ഇപ്പോൾ ലിസ്റ്റിൻ ചേട്ടൻ്റെ മാസം മാസം ഒരുപാട് സിനിമകൾ പൂജ കഴിയുന്നത് നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ എല്ലാ സിനിമകളും പെട്ടെന്ന് ചെയ്തിറക്കാൻ പറ്റുന്നത്? അല്ല അങ്ങനെയല്ല, അതിപ്പോൾ ചിലപ്പോൾ ഈവൻ നമുക്ക് തോന്നുമല്ലോ, ചിലർ എന്തുണ്ടെങ്കിലും ചിലർ കുറ്റം പറയുന്നവരുണ്ട്. ഇപ്പം ചില മനുഷ്യർക്ക് അസൂയ എന്ന് പറയുന്ന സാധനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്നേഹം തരാൻ പറ്റിയില്ലെങ്കിൽ അസൂയയുടെ മാക്സിമം നെഞ്ചത്തെത്തിക്കുക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ചുമ്മാ പ്രൊഡക്ഷൻ നമ്പറുകൾ ചുമ്മാ അനൗൺസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടേ ഉള്ളായിരിക്കും പടങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ കൊണ്ട് ചുമ്മാ പറയിപ്പിക്കാമല്ലോ, എന്തായിരിക്കും അവൻ്റെ ഇത്ര പൈസയോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പരിപാടി ഒരു സാധനമുണ്ട്. അതൊന്നുമല്ല. ഇന്ന കാര്യത്തിലേക്ക് വരാം. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു മാസത്തില് ഒരു 20 സിനിമയൊക്കെ ഷൂട്ടിംഗ് നടക്കുകയുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ സിനിമയുടെ എണ്ണം കുറഞ്ഞു. അത് ഇൻഡസ്ട്രിക്ക് നല്ലതോ ഗുണമോ എന്നുള്ള കാര്യം പിന്നീട്. പിന്നെ ഇപ്പൊ ഷൂട്ട് ചെയ്യപ്പെടുന്നതിൽ 6 സിനിമയാണ് നടക്കുന്നത്. ഈ 6ഉം ലിസ്റ്റിന്റെ പടം. അസോസിയേഷൻ പ്രസിഡന്റും പുള്ളി തന്നെ, തിയേറ്റർ ഓണറും പുള്ളി തന്നെ. എല്ലായി തുല്യായി. അത് മുമ്പ് പറഞ്ഞ അസൂയ വരാൻ വേണ്ടി അല്ലേ? അല്ല ചുമ്മാ രസം. ഇല്ല അങ്ങനെയല്ല, നമ്മുടെ അടുത്ത് ഓരോ സബ്ജക്റ്റുകൾ ഇപ്പം വരുന്നു. ഇപ്പം ED വരുന്ന സമയത്തായിരിക്കും വേറൊരു സിനിമ വരുന്നത്, അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ആ സമയത്തായിരിക്കും. ഒരു ഉദാഹരണം ഫെബ്രുവരിയിൽ ഓക്കെ ആ സബ്ജക്റ്റ് പെട്ടെന്ന് കയറി വരും. വേറൊരു സബ്ജക്റ്റുകൾ ചിലപ്പോൾ ക്യാൻസലായിട്ട് നമ്മൾ പിന്നീടാണ് ആ സിനിമ പ്ലാൻ ചെയ്തത്, ആ സിനിമ പെട്ടെന്ന് കയറി വരാം. അപ്പം അങ്ങനെ എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ട് ഇപ്പം വരുന്നുണ്ട്. പിന്നെ നല്ല നല്ല സബ്ജക്റ്റുകൾ നമ്മളിപ്പോൾ വിട്ടുകളയേണ്ട ഒരു കാര്യമല്ലല്ലോ. നമുക്കിപ്പോൾ ഒരു ഡബിൾ മൈൻഡോട് കൂടി നിൽക്കേണ്ട ഒരു സാധനമുള്ളൂ. നമുക്ക് ഓക്കെ എന്നാൽ പിന്നീട് പിടിക്കാം, അല്ലെ നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ട കാര്യങ്ങളുള്ളൂ. അപ്പം നല്ലതെന്ന് തോന്നുന്ന സബ്ജക്റ്റുകൾ നമ്മളെല്ലാം നമുക്ക് ആ ചെയ്യാനായിട്ട് ആ ഫെസിലിറ്റി ഉള്ളപ്പോൾ
നമുക്കിന്ന് ചെയ്തു വിടാന്നുള്ള സുരാജുമായിട്ട് ഒരു അസോസിയേഷൻ തീർച്ചയായിട്ടും അതൊരു നല്ലതാണല്ലോ. ഇപ്പോൾ സുരാജ് ഇപ്പം മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആർട്ടിസ്റ്റിനൊപ്പം നമ്മൾ അസോസിയേറ്റ് ചെയ്ത് പോകുന്നു, അതെല്ലാം ഒരു നല്ല. സുരാജേട്ടൻ ഇപ്പം പ്രൊഡ്യൂസർ ആണല്ലോ, സുരാജേട്ടൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ആണല്ലോ പ്രൊഡക്ഷൻ. അപ്പോൾ സുരാജേട്ടൻ ചെയ്യാന്ന് പറഞ്ഞപ്പം ലിസ്റ്റിൻ സ്റ്റീഫൻ എങ്ങനെയായിരുന്നു, ലിസ്റ്റിൻ ചേട്ടൻ എങ്ങനെയായിരുന്നു ആ ഒരു ED വർക്കൗട്ട് ചെയ്തത്? കാരണം എനിക്ക് ഒരു പ്രത്യേകതയും തോന്നിയില്ല. കാരണം സുരാജുമായിട്ട് നമ്മൾ വളരെ ഒരു എന്താ പറയുക, കുറേ അധികം സിനിമകൾ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടിട്ട് ഒരാളുമായിട്ട് ഒരു നല്ലൊരു ബന്ധമുണ്ട്. പിന്നെ എൻ്റെ കൂടെയുള്ള ആളും സന്തോഷ് എന്ന് പറയുന്ന നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുണ്ട്, അപ്പം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട്. ആളുമായിട്ട് നല്ല ക്ലോസ് ആണ്. അപ്പം ആളിനോടാണ് ആദ്യം സംസാരിച്ചത്. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് നമ്മുടെ അടുത്തേക്ക് ഇപ്പം വരുന്നത്. അപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇത് പോകുന്നത് സീരിയസ് ആയിട്ടും. പിന്നെ ഞാൻ നേരത്തെ ഇപ്പം പറഞ്ഞു, ഒരു കൈനീട്ടം ഇന്ന ആളുടെ നിന്ന് കൈനീട്ടം വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ സുരാജിനെ സംബന്ധിച്ച് അവസാനം ആർട്ടിസ്റ്റ് പുള്ളി ഒത്തിരി വളർന്നു. പക്ഷെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ എൻ്റെ കൂടെ തുടങ്ങുക, അതിനൊരു ഐശ്വര്യം കിട്ടും. പുള്ളിയുടെ അമ്മ പറഞ്ഞതിന്റെ പേരിലാണ് പുള്ളി അത് ഞാനുമായിട്ട് അമ്മ പറഞ്ഞായിരുന്നല്ലേ ലിസ്റ്റിൻ ചേട്ടൻ തന്നെ വേണമെന്ന് അസോസിയേഷൻ. അതെ, ഇത് നമ്മൾ വിലാസിനി സിനിമാസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇതിലെന്തെങ്കിലും തിരുത്താനോ കൂട്ടാനോ വല്ലതും ഉണ്ടോ? പറഞ്ഞതെല്ലാം കറക്റ്റാ. അതിൽ തെറ്റായിട്ടുള്ള എന്തെങ്കിലും 20-ാം തീയതിക്ക് ശേഷം ഞാൻ പറയാന്ന്. ഇപ്പൊ നമ്മള് നല്ല ബന്ധമാണ്. 20-ാം തീയതി തീരുമാനിക്കും എങ്ങനെ പോകണമെന്നല്ലേ. ഇനിയിപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇനി അങ്ങോട്ട് വരുവാണെങ്കിൽ ആദി എന്നാ നമുക്ക് പെട്ടെന്ന് ശ്യാമേട്ടന് ഓർമ്മ വരുത്തുള്ളൂ. ആദി എന്നുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. അത് നസ്ലിന്റെ കൂടെ നിൽക്കുമ്പോൾ സീരിയസ്ലി അതേ വരുത്തുള്ളൂ. എന്തേ? ഇല്ലില്ല, ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ആദിയില്ലേ. ആദ്യം വരുമ്പോ എന്തിനാ ശ്യാമിനെ ഓർക്കണെന്ന് ഞാൻ ആദ്യം ഓർത്തു. അല്ലല്ല, പണ്ടിങ്ങനെ പറയാം ആദിയിൽ അന്തോ ഇല്ല കുന്തോ ഇല്ല, ആ രീതിയിലാണ് ആദി. ഇല്ല, ശ്യാം ചേട്ടന് മനസ്സിലായല്ലോ ഞാൻ എന്തോ ഉദ്ദേശിച്ചത്. യെസ്, അതിന് ശേഷം താണ്ട് ED-യിലേക്ക് വരുന്നു. സോ എന്താണ് ക്യാരക്ടർ? ക്യാരക്ടർ അതും റിവീൽ ചെയ്യാൻ പറ്റൂല. സുരാജേട്ടന്റെ ഫ്രണ്ടാണ്, അളിയനുമാണ്, എന്ന് വെച്ചാൽ ഗ്രേസിന്റെ ഹസ്ബൻഡാണ്. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ പറയുമെന്ന്. ഒന്നുമല്ല ഇനി പറയാം. ഇതാണ് ഫാമിലിയിലുള്ള ഒരാളാണ്. ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അയാളെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. പ്രേമലുവിന്റെ സമയത്ത് നിങ്ങള് മറ്റേ ആ ഒരു സോങ്ങിന്റെ ടൈമില് മറ്റേ കൃഷ്ണ സോങ് ഉണ്ടല്ലോ, അതിൽ നിങ്ങള് അതായത് നസ്ലിനും സംഗീതം ചേട്ടനും ഒക്കെ മത്സരിച്ച് അഭിനയിക്കുമായിരുന്നു എന്ന് നമ്മളൊരു അറിഞ്ഞായിരുന്നു. ഒരാൾ പറഞ്ഞ് നമ്മളിങ്ങനെ കേട്ടായിരുന്നു. അപ്പൊ അത് വൈറലാവുകയും ചെയ്തായിരുന്നു. കാരണം നിങ്ങൾക്ക് തന്നെ കോമ്പറ്റീഷൻ, മറ്റേ പിരികം പൊക്കുന്നതും മറ്റേ ഫ്ലൂട്ട് വായിക്കുന്നതൊക്കെ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. ഇതിൽ സുരാജ് ചേട്ടനും ഗ്രേസ് ചേച്ചിയായിട്ട് എത്രത്തോളം കോമ്പറ്റീഷൻ വന്നു? കോമ്പറ്റീഷൻ അവരൊക്കെ മറ്റേതൊക്കെ നമ്മളൊക്കെ ഒരുമിച്ചൊക്കെ വന്ന ഒരേ സമയത്ത് വന്ന നമ്മളൊക്കെ ആ പിള്ളേർ ലെവലാണ്. സുരാജ് ചേട്ടനോട് കോമ്പറ്റീഷൻ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. കാരണം ഈ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് സീൻ എനിക്കും സുരാജ് ചേട്ടനും ഞാനും മാത്രമായിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പരിപാടികളാണ്. അത് സുരാജേട്ടൻ ആ സീനിന്റെ തലേദിവസം എന്നെ വിളിക്കുകയും ചെയ്യും. രാത്രിയാകുമ്പോൾ സുരാജേട്ടൻ വിളിക്കും, എടാ മറ്റേ സീനാണ് നാളെ, അപ്പം ഇതാണ് പരിപാടികൾ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ അടിക്കും. എൻ്റെ അമ്മയെ എനിക്കറിയാം പുള്ളി എന്തായിരിക്കും, എത്രത്തോളം ഏത് ലെവലിൽ പെർഫോം ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ടെൻഷനാണ് നമ്മൾ അവിടെ പിടിച്ചു നിൽക്കാനാണ് നോക്കുന്നത്. അപ്പം മാക്സിമം പിടിച്ചു നിൽക്കാൻ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ശ്യാമിനെ വിളിക്കും സുരാജേട്ടൻ. അത് കഴിഞ്ഞ് ശ്യാമ പിറ്റേ ദിവസം വരും പറയും, എന്നെ ഇന്നലെ രാത്രി സുരാജേട്ടൻ വിളിച്ചായിരുന്നു, ഞാൻ ഉറങ്ങിയിട്ടില്ല, എന്നെ വിളിച്ചായിരുന്നു. സുരാജേട്ടൻ രാത്രി വിളിക്കും. നമുക്ക് പിറ്റേ ദിവസം കോമ്പിനേഷൻ സീൻസ് ഉണ്ടെങ്കിൽ സുരാജേട്ടൻ വിളിച്ചിട്ട് നാളെ ഇങ്ങനത്തെ പരിപാടികളാണ് കേട്ടോ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാം, ഒരു കോൺവെർസേഷൻ ഉണ്ടാവും. ശ്യാമിന്റെ ടെൻഷൻ കാണുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഇതൊക്കെ എന്ത് എവിടെ ഉള്ളിൽ അല്ല, പുള്ളി അങ്ങനെ ചോദിക്കും നമ്മളോട്. പുള്ളി ഇങ്ങനെ ചെയ്യണമെന്ന് പറയല്ലടാ, വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെ ചോദിക്കും. ഏജായി വരുവാണ്, ഉറക്കക്കുറവുണ്ട്, പണി വേണ്ട, രാത്രിയിൽ ആരെങ്കിലും പണി കൊടുക്കുക, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇത് ഓർത്തിരുന്നു ഇതിനെ കഥാപാത്രമായി ഡെഡിക്കേഷൻ. ഓരോരുത്തർക്ക് പ്രായം കയറി വരുന്നതോറും അതായത് അസുഖങ്ങളൊക്കെ തുടങ്ങും, പഴയ അതും ഇതൊക്കെ ആയിട്ട് അല്ലേണോ. 20-ാം തീയതി ശേഷം ഞാൻ കണ്ടോളാം. 20-ാം തീയതി ശേഷം പ്രസ് മീറ്റ്. എനിക്ക് 20-ാം തീയതി ശേഷം പറ്റൂല, ഇതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് കണക്കുകളെല്ലാം കിട്ടി കഴിഞ്ഞിട്ട്
ഓക്കെ, അപ്പൊ അങ്ങനെ സുരാജ് ചേട്ടൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലേ? ഗ്രേസിനെ കുറച്ചുകൂടെ നമ്മൾ ഒരു ഏജ് ഗ്രൂപ്പ് ഒക്കെ സെയിം ആയതുകൊണ്ട് അല്ല, അപ്പൊ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. സുരാജിനോട് എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു റെസ്പെക്ട് ഫാക്ടർ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു പേടി, എന്തൊക്കെ പറഞ്ഞാലും ഒരു പേടി നമുക്ക് ഉണ്ടാവും എപ്പോഴും. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ലിമിറ്റേഷൻസ്, എന്നാലും പുള്ളി നമ്മളെ കംഫർട്ടബിൾ ആക്കി നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വർക്കൗട്ട് ആയെന്ന് തോന്നുന്നു. ഡയറക്ടറിനോട് ചോദിക്കണമല്ലോ എന്നൊക്കെ. ഇംപ്രവൈസേഷൻ എന്ന് പറഞ്ഞ പരിപാടി സുരാട്ടിന് ഇപ്പൊ നമ്മൾ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് സുരാട്ട് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് നമ്മൾ കാണാത്ത ഒരു ആംഗിളിൽ ആ ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ അങ്ങനെയാണെങ്കിൽ അത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എങ്ങനെ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് സുരാട്ടിന് ഇപ്പുറത്ത് കൊടുക്കും. അത് ഗ്രേസിനാണെങ്കിൽ എല്ലാവർക്കും, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കൊടുക്കും. അപ്പൊ അത് ഭയങ്കരമായിട്ട് നമ്മുടെ സീനിനെ എൻഹാൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അത് എക്സ്പീരിയൻസ് എന്ന് മാത്രം കിട്ടുന്ന സംഭവമാണ്. അപ്പൊ സുരാട്ടിന് അതല്ല, അവിടെ അങ്ങനെ ചിലപ്പോൾ റിയാക്ഷൻ വരാൻ അയാൾ അങ്ങനെ പ്രതികരിക്കൂലല്ലോ. സുരാട്ടിന് വെച്ചാൽ സുരാജേട്ടൻ ബിനുവാണ്, ഈ എല്ലാ ക്യാരക്ടറും സുരാജേട്ടൻ തന്നെയാണ്. അത് എല്ലാ ക്യാരക്ടറിലേക്ക് നിന്നിട്ട് ആ സീനിനെ കാണാൻ പറ്റാതെ നമുക്ക് അൺഇമാജിൻ ആയിട്ടുള്ളൊരു ഒരു കോമഡി സിറ്റുവേഷൻ ചിലപ്പോൾ കോമഡി ആക്കി ചെയ്യാനുള്ള ഒരു പ്രവണത നമുക്ക് വരും. അപ്പൊ അത് സുരാജേട്ടൻ പറഞ്ഞിടാ, അത് നീ കോമഡി ആയിട്ട് ചെയ്യണ്ട, നീ അത് നോർമലായിട്ട് സിറ്റുവേഷൻ കോമഡിയാണ്. അപ്പൊ നീ ഒരു കോമഡിക്ക് വേണ്ടി ഒരു സാധനം ചെയ്യേണ്ട ആവശ്യമില്ല, ആൾക്കാർ ചിരിച്ചോളും. സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ ആ സിനിമയുടെ ഇടിയിലാണ് അത് റിഫ്ലക്ട് ചെയ്യുക. ആ അത്രയും ഇൻപുട്ട് എല്ലാ സീനുകളിലും സുരാട്ടിന്റെ ഭാഗത്ത്. നമുക്ക് എല്ലാവരും പറയാറുണ്ട് ഏറ്റവും മറ്റൊരാളെ ചിരിപ്പിക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഇപ്പം നമ്മൾ അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും വേറൊരാൾ ചിരിക്കണം. അത് ചിരിച്ചില്ലെങ്കിൽ ആ ഒരു സാധനം അവിടെ പോയി. അപ്പോൾ കോമഡിയിൽ നിന്ന് മാറി ക്യാരക്ടർ റോളിലേക്ക് വന്നപ്പം തിരിച്ച് കോമഡിയിലേക്ക് പോകാൻ എപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ സുരാജ് ചേട്ടൻ? പിന്നെ എപ്പോഴും ആഗ്രഹിക്കും. എനിക്ക് ചിരിപ്പിക്കുന്നതാണ് ഇഷ്ടം, ചിരിക്കാനും ചിരിപ്പിക്കാനും ഒക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതിനുള്ള സ്ക്രിപ്റ്റുകൾ നമ്മളതിൽ വരുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ വരുന്നതിൽ ദി ബെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ദി ബെസ്റ്റ് എന്ന് തോന്നിയതാണ് ED. നമുക്കൊരു ഒരെണ്ണം കേൾക്കുമ്പോൾ അറിയാലോ, ഫസ്റ്റ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആർക്കും അങ്ങനെ കിട്ടില്ല. നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ഇതിലൊരു ഐറ്റം ഉണ്ടല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ പരസ്പരം ഇരുന്ന് ഡയറക്ടറും തിരക്കഥാകൃത്തും എല്ലാവരുമായിട്ടിരുന്ന് സംസാരിച്ച് അതിന് മാക്സിമം നമ്മളെക്കൊണ്ട് കഴിയുന്ന എല്ലാ സിനിമകളിലും ചെയ്യുന്നത് പോലെ ഇതിലും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കഥ കേട്ടപ്പോൾ ഞാൻ ചിരിച്ച പോലെ തന്നെയാണ്. ഞാനിപ്പോൾ തിയേറ്ററിൽ ഇത് ഡബ് ചെയ്യാനൊക്കെ പോകുന്ന സമയത്തും എനിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആ സമയത്ത് സംവിധായകനും എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം 20-ാം തീയതി ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് 20-ാം തീയതിയുടെ കാര്യം കണ്ടു. അല്ല, നമ്മളിപ്പം അഭിനയിക്കുന്ന പോലല്ല ഒരു പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ. ഇപ്പൊ സുരാജ് ചേട്ടൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ്, അത് അമ്മയുടെ പേരിലാണ്. ഇപ്പൊ ലിസ്റ്റിൻ ചേട്ടൻ മാജിക് ഫ്രെയിംസ് ആണെങ്കിലും നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിവിടെ അമ്മയുടെ പേരിൽ, വിലാസിന് അമ്മയുടെ പേരിലാണ്. സോ അമ്മയുടെ പേര് ഇടാന്നുള്ളൊരു ഐഡിയ അത് എവിടുന്നാ വന്നേ? അങ്ങനെ സ്വന്തം പേരിൽ വരാതെ അമ്മയുടെ പേരിലേക്ക് മാറ്റിയ കാരണം? അമ്മയുടെ പേര് ഏതായാലും പുള്ളിക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. സുരാജ് അത് കറക്റ്റ് അതായിരുന്നു ക്ലാസ്. അതെ, അമ്മയുടെ പേരിൽ അമ്മയാണല്ലോ എല്ലാം. അപ്പോൾ അമ്മയുടെ പേരിൽ തന്നെ തുടങ്ങാം. പിന്നെ എന്താ അല്ല, ഒരു സ്ത്രീയല്ലേ? എവിടെയോ തെറ്റിപ്പോയി, എന്തോ സ്പെല്ലിംഗ് അമ്മയോടുള്ള ഇഷ്ടം ഞങ്ങൾ തിരിച്ചെത്തി. അമ്മയോടുള്ള ഇഷ്ടം. ഏതൊരു വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്നല്ലേ? അപ്പൊ അമ്മയുടെ പേര് തുടങ്ങി, അതുകൊണ്ട് തുടങ്ങിയതാ. ഈ പ്രൊഡ്യൂസർ ഇപ്പൊ തന്നെ സുരാജേട്ടൻ ഓരോന്നും പറയുമ്പോൾ കൗണ്ടർ അടിച്ച് കൊല്ലുന്നുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള കോമ്പിനേഷൻ? ഇതൊക്കെ കൗണ്ടർ ആയിട്ടാണോ തോന്നിയത്? ഇത് ഫൗള് പറയാണ്. കൗണ്ടർ ഇങ്ങനെയല്ല, വേണ്ട, കൊല്ലുന്നുണ്ടല്ലോ. തൊട്ടു മുമ്പ് പറഞ്ഞായിരുന്നു. സുരാജ്ഭായിക്ക് ആകെ അറിയാവുന്ന കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിവറേജസിന്റെ ഇതില്ല, പണ്ടത്തെ ആ കൗണ്ടറാണ് മെയിൻ ആയിട്ട്. മറ്റേ കൗണ്ടർ ഉണ്ടാ എങ്ങനെ സഹിച്ചു പ്രൊഡ്യൂസറിനെ? നിങ്ങൾ രണ്ടുപേരും എങ്ങനെയായിരുന്നു സെറ്റില്? പുള്ളി ഇങ്ങനെ ആയിരുന്നില്ല. ആദ്യത്തെ 10 ഇന്റർവ്യൂ വരെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പതുക്കെ മാറി തുടങ്ങിയത്. തീരാറായാലും ഇന്റർവ്യൂ 9:30 മണിയായി രാത്രി, ഉറക്കം വരുന്നേ. അതെ, വേണ്ട, നമുക്ക് ഉറക്കം മാറ്റാൻ വേണ്ടി പെട്ടെന്ന് ഒരു കാര്യം ചെയ്യും, ചെറിയ ഗെയിമിലോട്ട് പോവാം. ഞാൻ എന്റെ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഞാനൊന്ന് പോയിട്ട് വരാന്ന്. ഓക്കെ, അത് ക്രിയേറ്റീവ്.
ഇത് കണ്ടല്ലോ, ഇതൊരു സിനിമാ പേര് ഒളിഞ്ഞുറപ്പുണ്ട്. ഏത് സിനിമയെന്ന് പറയാം? ഭയങ്കര സിമ്പിളാണ്. ഒരു മുത്തശ്ശി കഥ. പറഞ്ഞു. ഇനി കുറച്ച് പാടുള്ളത് തരട്ടെ. അത് ഇങ്ങോട്ട് pass ചെയ്യണം. അയ്യോ, പാടുള്ളതൊന്നും കാണുന്നില്ല. ആ, ഇത് കാണിച്ചോടാൻ പോയി. നായംകുളം കൊച്ചുണ്ണി. ഞാൻ മിണ്ടത്തില്ല. അത് ഇങ്ങോട്ട് ഈ ഭാഗത്ത് കയറലോട് കൂടെ അത് കഴിഞ്ഞു. അതെ, ഇനി അങ്ങോട്ട് വരും. ഞാൻ ഇവിടെ ഒന്ന് പറയിപ്പിച്ചോട്ടെ പ്ലീസ്. എന്താ നിങ്ങൾ കുറച്ച് ആക്റ്റീവായിട്ട്. ഇല്ല, ഇങ്ങനത്തെ ക്രിയേറ്റീവായിട്ടൊന്നും ചിന്തിക്കാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല. ഇത് വന്നപ്പോ ഗ്രേസിന്റെ ഒക്കെ ഒരു ഉത്സാഹം കൊളവും മുത്തശ്ശി കഥയൊക്കെ പറഞ്ഞപ്പോ ഇനി നമുക്ക് വേറൊരു ഇതിലേക്ക് പോകാം. ഇത് അവിടുന്ന് പോയി. അതെ, അവിടുന്ന് പോയി. നിങ്ങൾ പറയുന്നത് പെട്ടെന്ന് മിണ്ട് അറിയാമെങ്കിൽ ലാസ്റ്റേ പറയാം. പറയണ്ടേ ഇപ്പോ? ലാസ്റ്റേ കാണുന്നില്ല. ഇത് സോങ് ആണ്. കാണുന്നില്ലല്ലോ. സോങ് ആണ്. അത് കാണാൻ ഒരു നീലാകാശം പച്ചക്കടൽ ചുമന്ന തെറ്റ്. അല്ല, പാട്ടാണ് അല്ലല്ല, വേറെ പാട്ടാണ്. നോർമൽ എനിക്ക് സോങ്. മനസ്സിലായി. അതെനിക്കറിയാം. അവിടെ മനസ്സിലാവും. അവിടെ എടാ, കാണുന്നില്ല. സ്ക്രീൻ ഓഫായി. എനിക്ക് മനസ്സിലായി. പറയാം. എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി, നീ പറ. വേണ്ട, അവിടെ last എനിക്ക് മനസ്സിലായി. ഷാമിനെ പറഞ്ഞ ഇവര് cover ചെയ്യും. മനസ്സിലായി, സമയം കളയാം. നീ ധൈര്യമായിട്ട് പറഞ്ഞോ. നീ ധൈര്യമായിട്ട് പറഞ്ഞോ. അല്ലല്ല, സുരാജേട്ടൻ പറഞ്ഞു. അല്ല, പറഞ്ഞോട്ടെ. പറ, ഞാൻ പറഞ്ഞത് തന്നെ. അല്ല, ഇവര് സുരാജേട്ടൻ option ആ, കൊടുത്തു. സുരാജേട്ടൻ അങ്ങനെ എവിടെ നോക്കട്ടെ. മര്യാദയ്ക്ക് പുള്ളി പറ. എല്ലാം അറിയാഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയല്ല, പുള്ളിക്ക് എല്ലാം അറിയാഞ്ഞിട്ടും പുള്ളി മിണ്ടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പറയണ തരത്തില്ല. ഞാൻ തന്നെ അതിനകത്ത് ഒരു പെൺകുട്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? നടുക്ക് ചന്ദ്രൻ, ചന്ദ്രൻ, നിലാവെളിച്ചം, പിന്നെ രണ്ട് കാലല്ലേ? ആ, നിലാവേ മാ. അവിടെ മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ലല്ലോ, ഞാൻ അവന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഷംജനെ വിട്ടുകൊടുക്കണം. Walking in the moonlight, I'm thinking. സുരാജേട്ടൻ എല്ലാം കിട്ടാത്തറിയോ? പുള്ളി മലയാളം പാട്ടാണ് എവിടെ കിട്ടും? ഇംഗ്ലീഷ് പാട്ടൊന്നുണ്ടല്ലേ? നിങ്ങൾ മലയാളം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അതിനെ സുരാജേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സുരാജേട്ടാ, അത് ഫൗൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം പുള്ളി അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. ഞാൻ വയലാറിന്റെ പല പാട്ടുകളും സിനിമയുടെ പേര് ഇംഗ്ലീഷ് ആണ്. വയലാറിന്റെ പുള്ളി പാട്ടുകൾ ചന്ദ്രനെ കാട്ടി ചന്ദ്ര. ശരി, അത് ഇംഗ്ലീഷ് ആണെന്നുള്ളൊരു പരാതി ഒന്നുമില്ല. അപ്പൊ ഇത് മലയാളം. കറങ്ങുന്നു. അവിടെ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞ്. കടല്, ആ ഒരു അമ്മയും അല്ല അച്ഛനും കുഞ്ഞും, ആ പിന്നെ എന്തുവായിരുന്നു, നീ ആ ഓട്ടോ റൊട്ടേഷൻ നോക്കാക്ക്. ഇത് ഇങ്ങനെ നോക്കിട്ട് പിന്നെ ഒരു ഞാൻ പറയത്തില്ല, പറഞ്ഞ അതിനകത്ത് ആൻസർ ഉണ്ട്. ഒന്ന് ആ മനസ്സിലാവും. ഇപ്പഴത്തെ എന്താ അത് മനസ്സിലാവുന്നില്ല. ഒരാൾ ചുമ്മാ നടന്നു പോകുന്നു. മൂന്നാമത്തെയോ? ആ മൂന്നാമത്തെയോ? അതൊരു കാരം ഇല്ല നടന്നു പോകുന്നു. നാലാമത്തെ. ആ നാലാമത്തെ. മൂന്നാമത്തെ ഇല്ല, മറ്റേ സൂര്യകിരണോ? ആ ആ, മറ്റേ ഇത് കേട്ടിട്ടില്ലേ? ഇതും കടന്നു പോകും. ഇത് സിനിമ പാട്ടാണ്, പാട്ടാണ്. കടല് ഇങ്ങനെ ഒരു കുഞ്ഞിനെ വെച്ചേക്കുന്നു. ഒന്ന് നോക്കിയ മലയാളം പാട്ടാണ്, പഴയതാണ്, നമുക്കെല്ലാവർക്കും ഇമോഷണൽ ആയ ഒരു സോങ് ആണ്. സൺലൈറ്റ് മോർണിംഗില് ബ്രൈറ്റ്നസ് കിട്ടിയാ ശ്യാമ? ഇമോഷണൽ ആണ്. നീ കണ്ടിട്ട് കണ്ണു പിടിക്കാത്തതാണോ പറയുന്നത്? ഇനി ഇംഗ്ലീഷ് അല്ലാത്തതുകൊണ്ടാണോ മലയാളം ആയതുകൊണ്ടാണോ? മലയാളം ആയതുകൊണ്ട്. മീര ജാസ്മിൻ ഉണ്ട്, മീര ചേച്ചി ഉണ്ട്, സായി കുമാർ സാർ ഉണ്ട്. കടലോളം കടലോളം വാത്സല്യം. ഇത്രേ പറഞ്ഞിട്ടാ പറഞ്ഞത്. അച്ഛനാണോ നടന്നു പോണേ? അച്ഛനല്ല, നിഴല് നിഴല് നിഴലാകും എന്നച്ഛനോ? ആ അവസാനത്തെയാണോ അച്ഛൻ? അല്ല, നിഴല, അത്രേ ഉള്ളൂ. ഓ, നിഴല്. അപ്പൊ എന്റെ കുറ്റമല്ലല്ലോ. സൂര്യൻ എവിടെ? കടലോളം അല്ലല്ല, വാത്സല്യം. അല്ലല്ല, അല്ല, അതായത് കടലോളം വാത്സല്യം, താരാട്ടായി തരുമെന്നച്ഛൻ. താരാട്ടെവിടെ? 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 അല്ല ഇത് അല്ലല്ല ഒരു സെക്കൻഡ്, ഈ മത്സരം ക്യാൻസൽ ചെയ്യണം. കാരണം സുരാജേട്ടനോട് ഇൻവോൾവ് ആവാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. ഒരു ഹീറോനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവർ പെർഫോം ചെയ്യുന്നത് അതെന്താ അത്? നിങ്ങളുടെ പടാന്നും പറഞ്ഞു, കഴിഞ്ഞാടുന്നത് നിങ്ങളാന്നും പറഞ്ഞു. എനിക്ക് ഇമാതിരി ചോദ്യം പൊട്ടത്തില്ല. അല്ല ഇമാതിരി സ്റ്റാൻഡേർഡുള്ള സാധനം എനിക്ക് കിട്ടൂല. അതൊക്കെ ലാസ്റ്റ് ഇത് ലാസ്റ്റ്, ഇത് സുരാജിന് പറ്റും. അല്ല, ഇത് ലിസ്റ്റിന് പറ്റും. കുപ്പിവള. ആ, കിട്ടി.
അല്ല അവിടെ കെട്ടിക്കാണും. നിങ്ങൾ ഇനി ഉത്തരം പറയണം. ഓഫായി എന്താണ് കുപ്പിയോളെ കിളിയിൽ കാണാ അത് പക്ഷെ അത്ര പോപ്പുലർ പാട്ടൊന്നും അല്ലല്ലോ. പറ. മനുഷ്യർ കേട്ടിട്ടുള്ള വല്ല പാട്ടൊക്കെ ഇത് മനുഷ്യർ കേട്ടുള്ള ഞാൻ പറയാത്തതാണ്. ആക്ച്വലി ഇതിനകത്ത് ഒരാൾ ആൻസറോട് പറഞ്ഞു. ക്യാമറയില് കൈയല്ലേ അത് രണ്ടാമത് അത് ഞാൻ ഉദ്ദേശിച്ച പാട്ടാണോ? കൈ വളകിലിക്കാൻ കേട്ടടിയാണോ? അല്ല കൈ കൊട്ടു സുരാജ് ചേട്ടൻ പറയൂ. അറിയില്ലല്ലേ? ലിസ്റ്റ് ചേട്ടൻ പറയുന്നില്ലേ? ആൻസർ കിട്ടിയാ പോരെ ലിസ്റ്റിൻ. അല്ല അല്ല സുരാജ് ചേട്ടൻ കമോൺ. കാണുന്നില്ല റിഫ്ലക്ഷൻ അടിക്കാൻ ഫസ്റ്റ് എന്താ കൊഞ്ചുമ്പളയിട്ട് അതാണോ? അല്ല ഇവിടെ ഓൾറെഡി ആൻസർ പറഞ്ഞു. പറ. നീ ഡെയിലി വീട്ടിൽ കളിക്കണം. ആൻസർ പറഞ്ഞു ഇവിടെ ആൻസർ പറഞ്ഞു. എന്തായിരുന്നു അവനൊന്നും ഓർമ്മയില്ല. എന്തെന്ന്? എന്താ പറയുക? കിളികല കിളിങ്ങണല്ലോ അതാണ്. ആ ഇനി അത് പാട്ടാക്ക്. ആണല്ലോ. പാട്ടോടെ അതാ ഞാൻ വർത്തമാനത്തിലൂടെ പറയുന്നത്. കുപ്പിയോള കിളിങ്ങള് ഫുള്ള് പറ സഹോദര. എനിക്ക് പാട്ടോടെ അറിയാൻ മേലാത്തതുകൊണ്ടാണ് ഞാൻ വരികൾ മാത്രം എടുത്ത് പറയുന്നത്. അത് നിങ്ങൾ ആരെങ്കിലും കഴിവുള്ളവർ പാടി കൊടുക്കുന്നത്. പാടണ്ട പറഞ്ഞാ മതി. അതൊന്ന് അത് പറയാം. അത് പറഞ്ഞ കുപ്പിവള കിളികില് കിളിങ്ങണല്ലോ കാൽച്ചിലമ്പ് അത്രയൊക്കെ പോണോ എനിക്കറിയത്തില്ല. അങ്ങനെയല്ലേ? അതെ അതെ അങ്ങനെ തന്നെ. യെസ്. അതിന്റെ ബാക്കി കൂടെ പറ. അല്ല അതത്രേ ഉള്ളൂ. കുപ്പേള കിളികിളിക്കണല്ലോ. അറിയണ്ടേ? അതെ. ബെസ്റ്റ്. ഞാൻ ഇതൊക്കെ വിട്ടിട്ട് ഒരു 6 വർഷം കഴിഞ്ഞു. ഞാൻ ആ TV-യിൽ നിന്ന സമയത്തായിരുന്നു ഈ പരിപാടിയൊക്കെ ചെയ്തത്. ഇതിന്റെ അപ്പുറം ചെയ്തിരുന്നു. ഇപ്പൊ അതൊക്കെ വിട്ട് നമ്മൾ എന്നിട്ട് പുതിയ പിള്ളേർക്ക് തപ്പി പിടിക്കാലോന്ന് ഓർത്തിട്ട് പഴയതും കിട്ടുന്നില്ല. ഇപ്പൊ പുതിയതും കിട്ടുന്നില്ല. ആ അവസ്ഥയിൽ നിൽക്കുക. ഞാൻ ഇതെല്ലാം പിള്ളേർക്ക് കൊടുത്തു. ഇപ്പൊ ലിസ്റ്റിന് ഇതങ്ങ് കൊടുത്തു വിട്ടുകൊടുത്തു. ഇതുപോലുള്ള അതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞല്ലേ? അവസാനത്തെ ഞാൻ പാട്ടായിട്ട് പാടിയില്ല. ഞാൻ ആ വരികൾ കൊടുത്തായിരുന്നെങ്കിൽ. അല്ല ഇതിൽ ആർക്കെങ്കിലും പാട്ട് പാടാൻ സൂപ്പർ സിംഗർ. രണ്ട് വരി എന്താ അതന്നെ പാടാം. ശ്യാംപാർ കുപ്പിയോള തന്നെ പാടാം. കുപ്പിവള കിലുകിലുങ്ങണല്ലോ കാൽത്തളകൾ കിണുകിണുകിണങ്ങണല്ലോ കരളിന്റെ കരളെ പറയാതെ ഞാനൊന്ന് കൂടെ പോന്നോട്ടെ താഴ്വാരമാകെ വസന്തകാലം ഇരുന്നു വന്നു നമുക്ക് വേണ്ടി. അവസരം കിട്ടിയപ്പോ കടന്ന് മെയ്യുന്നുണ്ടോ? 2 ലൈനേ പാടാൻ പറഞ്ഞില്ല. അവൻ ക്യാമറ ഫുൾ അവന്റെ ആണല്ലോ ഇരിക്കുന്നത്. അങ്ങ് പാടി തീർക്കട്ടെ. അവസരം കിട്ടിയപ്പോ രാജമൗലി സാറിന് പാടിയാളാണ് ഞാൻ. അല്ലല്ല ജസ്റ്റ് കിട്ടിങ്. അയ്യോ അത് ആ ഒരു സമയത്ത് ഫുള്ള് ഈ സെറ്റിലൊക്കെ അങ്ങനെ പറഞ്ഞായിരുന്നോ? പുറത്തൊന്നും പറയില്ല. അയ്യോ എന്തിനാ പറയുന്നത്? അടിപൊളിയായിട്ടല്ലേ സിനിമയിൽ ചെയ്ത് വെച്ചേക്കണേ. സിനിമ കഴിയുമ്പോ നമ്മളത് വിട്ടില്ലെങ്കിലേ സിനിമ കഴിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ ആള് ഇതാ എക്സ്ട്രാ ഡീസന്റ് അല്ലേ? നമ്മളിപ്പോ തമാശക്കാണെങ്കിലും നമ്മൾ ഒരാളെ നോക്കിയിട്ട് ഓ ഭയങ്കര ഡീസന്റാ നമ്മളിങ്ങനെ പറയുമല്ലോ. അപ്പം ആസ് എ സുരാജ് ചേട്ടൻ്റെ വ്യൂ ഓഫ് പോയിന്റിൽ ഒരാളുടെ ഡീസന്റ് നമ്മൾ ക്യാരക്ടറിൽ മാറ്റിക്കും. ക്യാരക്ടർ വെച്ച് പറയണ്ട. ഡീസന്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും? ഡീസന്റ് ആണെന്ന് പറയുന്നത് എക്സ്ട്രാ ഡീസന്റ് ആണെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അയാളുടെ നമ്മളുമായിട്ട് കുറേയൊക്കെ ഇടപഴകി അയാളുടെ സ്വഭാവവും ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഡീസന്റ് ആണെങ്കിൽ ആണെന്ന് പറയും. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഈ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കഴുകും കണ്ണുകൊണ്ട് കാണുന്നോണ്ടാണ് തോന്നാത്തത്. നല്ല കണ്ണിൽ കൂടെ നോക്കിയിട്ട് പറയണ്ട. ഇദ്ദേഹത്തിന് എക്സ്ട്രാ ഡീസന്റ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അന്ന് ഈ പണിയെന്ന്. കാരണം അറിയാം പുള്ളിയ ഈ പണി നിർത്തും. കാരണം പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഭയങ്കര റിസ്കിയുള്ള ജോലിയല്ല. ഇല്ല അത് ഏറ്റില്ല. ഇരുന്നോണ്ടാണല്ലോ പറഞ്ഞു. കറക്റ്റാ. ആരാ എക്സ്ട്രാ ഡീസന്റ്? ഈ ഇരിക്കുന്ന 4 പേരിൽ ഏറ്റവും എക്സ്ട്രാ ഡീസന്റ് ആയിട്ടുള്ള, അതായത് എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഉത്തരവാദിത്ത അച്ചടക്കം എല്ലാ കാര്യത്തിലും ഞാൻ എക്സ്ട്രാ ഡീസന്റ് അല്ല. കൂളിംഗ് ഗ്ലാസ് വെച്ച് കറക്റ്റാ. അഥവാ അത് പറഞ്ഞാൽ അത് വിശ്വസിക്കൂ ആണെന്ന് പറഞ്ഞാല് പോട്ടെ എല്ലാം മാറ്റി നിർത്തിയത്. എല്ലാരും ചോദിച്ചൊരു ചോദ്യമാണ്. എന്നാലും ഞാൻ ചോദിക്കാം. മറ്റേ ആ സ്റ്റേജിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഷേക്ക് ഹാൻഡ്.
നമ്മുടെ ഈ ചാനലും കൂടെ അല്ലേ ഇട്ടത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ചോദിച്ചെനിക്ക് പണി പോകും, മനസ്സിലാക്കാം. അവസാനം വന്നതല്ലേ. നിങ്ങളെ മൈൻഡ് ചെയ്തില്ല അന്ന്. മൈൻഡ് ചെയ്തില്ല. അങ്ങോട്ട് പോയപ്പോഴും ഞാൻ കൈ കൊടുത്തു. ഒരാള് എങ്ങനെ തോന്നുന്നു മൈൻഡ് ചെയ്യാതിരിക്കാൻ? പറ്റിപ്പോയി. അബദ്ധം പറ്റിയതാണ്. ഒരു ഷെയ്ക്കാൻ ഇപ്പം കൊടുത്തരാ, അതൊന്ന് പരാതി തീർക്കാൻ. Yes. യെസ്, തീർന്ന്. കാരണം അതിന്റെ താഴെ ടോവിനോ അല്ല, ചേട്ടൻ ആക്ച്വലി സംഭവം എന്റെ ഒറിജിനൽ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഞാൻ സ്റ്റേജിലേക്ക് പോയപ്പോൾ ഞാൻ എല്ലാരെയും വിഷ് ചെയ്തിട്ടാ പോയത്. അതാണ് തിരിച്ചു വന്നപ്പോൾ ടോവിന് അവർക്ക് കൊടുക്കാഞ്ഞത്. അപ്പൊ ടോവിക്ക് ഓൾറെഡി ഞാൻ കൊടുത്തിരുന്നല്ലോ. ഇല്ല ടോവി, ഞാൻ നോക്കിയപ്പോ ടോവി അതിനു മുമ്പ് കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ചു. കെട്ടി വെച്ചിരിക്കുക. ഡീസന്റ്. അത് ഒരു തവണ ഞാൻ വിചാരിച്ചു ഒരാളെ അതാണ് സംഭവിച്ചത്. അപ്പൊ ഒന്ന് ഞാൻ കൈ ഒന്ന് കൊടുക്കുന്നത് തന്നില്ല, കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കൈ കൊടുത്തില്ലേ, ഇപ്പൊ സെറ്റ് ആയില്ലേ, എന്നാ വേണം അല്ലേ? ഡീസന്റ് ആയി. അതെ, ഇപ്പൊ ഡീസന്റ് അവരുടെ ഒരു യൂണിവേഴ്സിലേക്ക് പുതിയ ആണെന്നേ. അത് എവിടെ വരെ പോയി, ചെയ്യാനാ. വൈറലായി പോയി. അതുകൊണ്ടാണ് ഞാനത് ക്ലാരിഫിക്കേഷൻ ചെയ്തത്. അത് സഞ്ജു സാംസണും ഒക്കെ എല്ലാം ഒരു വേറെ ലെവൽ പോയി. ഓക്കെ, ശ്യാം ചേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഐ മീൻ നിങ്ങളെല്ലാവരും ഇഷ്ടമാണ്, തമിഴിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ് SK. SK എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്, ക്രഷുമാണ് SKനോട്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, SKനോട് നല്ലൊരു സ്ക്രീൻ സ്പേസ് കിട്ടി. ശിവകാർത്തികേയൻ യെസ്, ഇത് SK എല്ലാം എസ്സാ. അപ്പം ഒരു നല്ലൊരു സ്പേസ് കിട്ടിയായിരുന്നു, അതും ഒറിജിനൽ സ്റ്റോറിയിൽ. അപ്പം അത് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു ഒരു ആർട്ടിസ്റ്റ്, എന്തൊക്കെ പ്രിപ്പറേഷൻസ് അതിനു വേണ്ടി ചെയ്തത്? ബിക്കോസ് റിയൽ സ്റ്റോറിയാണ് അതിനകത്തുള്ള എല്ലാവരും ഇപ്പോഴും ജീവൻ. അവർ ആദ്യം ചെന്ന സമയത്ത് ഫോട്ടോസൊക്കെ കാണിച്ചു തന്നായിരുന്നു ഈ റിയൽ ആൾക്കാർ. പക്ഷെ അവരിപ്പോൾ നമ്മളെ എന്നെ പോലെ ഒന്നും അല്ലായിരുന്നു. എങ്കിലും ആ ബേസിക് പരിപാടി പറഞ്ഞു തന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവരുടെ ലൈഫിലെ കാര്യങ്ങൾ. പിന്നെ SKയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം കാണുമ്പോൾ പുള്ളി മറ്റേ ട്രാൻസ്ഫോർമേഷൻ ലുക്കിലായിരുന്നു. ഇപ്പം ആർമി ലുക്ക് ഉണ്ടല്ലോ, ഫുൾ മീശയും താടിയൊക്കെ എടുത്തിട്ട്. അപ്പം ഇപ്പോൾ സുരാജേട്ടനെ കണ്ടപ്പോൾ ഞങ്ങൾ ഈ ലുക്കിൽ കണ്ടപ്പോൾ ആദ്യം ഞങ്ങൾ ഞെട്ടിയായിരുന്നു. അതേപോലെ പുള്ളി ഇങ്ങനെ നമ്മളെന്തോ സംസാരിച്ച് നമ്മുടെ പുറകെ കൂടെ പുള്ളി വന്നിട്ട് ഇങ്ങനെ നിന്ന് പെട്ടെന്ന് ഷോക്കായി. കാരണം ഭയങ്കര യങ് ആയിരുന്നു പുള്ളിയെ കാണാൻ. ആ ലുക്കിൽ നമ്മൾ സിനിമയിൽ കാണുന്ന ഒരാളെ അല്ല. പിന്നെ സെറ്റിൽ ഭയങ്കര കാഷ്വലാണ് ആള്. അപ്പം ഒരു ദിവസം നമുക്ക് ഫുഡൊക്കെ ലേറ്റ് ആയപ്പോൾ പുള്ളി നമ്മളോടൊന്ന് ചോദിച്ചിട്ട് എന്ത് കഴിക്കും എന്ന് ചോദിച്ചിട്ട് പുള്ളിയുടെ അസിസ്റ്റൻസിനെ കൊണ്ട് ഫുഡ് ഓർഡർ ചെയ്യിപ്പിച്ച് വീണ്ടും ഫുഡിന് പ്രശ്നമുണ്ടല്ലോ. ഞാൻ പറഞ്ഞ സത്യമാണ്. എന്തോ ഫുഡില് പ്രശ്നമുണ്ട്. ഫുഡൊക്കെ ഓർഡർ ചെയ്യിപ്പിച്ച് നമുക്ക് വാങ്ങി തന്നു. ഭയങ്കര ഇതാണ്. ഇതുപോലെ ഫുഡ് കഴിച്ചാൽ ആർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫോറമോള് വന്നപ്പോഴും പുള്ളി പേരെടുത്ത് എന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പ്രേമില് മറക്കൂലല്ലോ കാര്യം, അത്രയും അവനെ കൊണ്ട് എല്ലാം പറഞ്ഞു. ഇപ്പൊ പ്രേമല്ലോ അങ്ങ് തെലുങ്കിലേക്ക് പോയപ്പം തെലുങ്കിന്ന് ഓഫേഴ്സ് വന്നായിരുന്നോ? എന്നായിരുന്നു അവിടുത്തെ ഒരു റെസ്പോൺസ്? ഇന്നലെ കിട്ടിയില്ല. ഇന്നലെ തെലുങ്ക് സിനിമ അഭിനയിക്കാം ഓഡിയോ ലോഞ്ചിൽ. തെലുങ്ക് സിനിമ എങ്ങനെയുണ്ട് തെലുങ്ക്? മലയാളത്തിൽ നിന്നൊക്കെ അങ്ങ് തെലുങ്കിൽ പോയപ്പോ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. ലാംഗ്വേജ് ആവും എല്ലാം. ഞാൻ സംസാരിക്കുന്ന തെലുങ്ക് അല്ല പടത്തിൽ, അല്ല മലയാളമാണ്. അതാണ് ആ സിനിമ കമ്മിറ്റിയുള്ളത്. അതൊരു റീസൺ ആണ്. സുരാജേട്ടൻ വന്നപ്പോൾ ചോദിച്ചാൽ ഇങ്ങനെ തെലുങ്ക് പറയുന്നത് എങ്ങനെയാണ്? അപ്പൊ ഞാൻ ചേട്ടാ അല്ല, ഞാൻ മലയാളം തന്നെയാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഓക്കെ, സുരാജേട്ടൻ ഇനി എന്നാ മലയാളം വിട്ട് വേറൊരു ലാംഗ്വേജിലേക്ക് പോവാൻ പ്ലാനിങ്? അതിന്റെ റിലീസ് ആവാൻ പോകുന്നു. വിക്രം സാറ്, SJ സൂര്യ, ഞാൻ, പൃഥ്വിരാജ്, ഇവിടുത്തെ അല്ല തെലുങ്കില 4 പേരും ഉള്ളൊരു നല്ലൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ധീര വീരശൂര. ഓക്കെ, ചിത്തയുടെ ജാനുവരിയിലായിരിക്കും റിലീസ്. അതില് എങ്ങനെ ഉണ്ടായിരുന്നു ക്യാരക്ടർ എല്ലാം? ഭയങ്കര ഒരു സംഭവമാണോ? പിന്നെ ഇതുവരെ കാണാത്ത ഒരു സുരാജ് വെഞ്ഞാറ് മുന്നെയാണോ ഞങ്ങൾ അതിനകത്ത് കാണുന്നത്? തീർച്ചയായിട്ടും. ഇതിലും അങ്ങനെ അങ്ങനെയാണ് ഒരു പണി ചെയ്താലോ ആ പടം ഇറക്കിയാലോ? എല്ലാത്തിലും ഇങ്ങനെ എലിച്ചേട്ടൊന്നും പറയാം. അതാ ഞാൻ ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ആ സിനിമ ഇറക്കിയിട്ട് ഇറക്കിയാലോ? അല്ല, ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഇത് മതി. എന്താണ് ആ ഡിഫറൻസ് എന്നൊന്നും കാണാമല്ലോ. അതെന്താന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. ഇതില് ഞങ്ങൾക്ക് നല്ല ആകാംക്ഷയുണ്ട്. 20 കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ചെയ്തത് അതാണല്ലേ. അപ്പൊ ഈ ലുക്ക് ഒക്കെ ആയിരുന്നോ? അല്ല, അത് അവർക്ക് ഓക്കെ അല്ലായിരുന്നു. അവര് വേറെ ലുക്കാ വിളിച്ചത് ആണ്. ഈ ലുക്കിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്, കാര്യമായ മാറ്റങ്ങളുണ്ട്. അവർക്ക് സ്പെല്ലിങ്ങിന് പ്രശ്നമുള്ള ഒന്നും വേണ്ട. കോമഡി കിട്ടിയില്ല. എവിടോ എന്തൊരു പ്രശ്നമുണ്ട്, വിട്ടോരെ. നമുക്ക് 20-ാം തീയതി ശേഷം കാണാം. ഒരു ഫൈനൽ ചോദ്യം കൂടെ. നമ്മൾ എന്തായാലും നിങ്ങൾ ടയർഡാന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നമ്മൾ ഒരു ഫൈനൽ ചോദ്യം കൂടെ. ഇപ്പം കുറേ കോമഡി ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് സീരിയസ് ആയ ക്യാരക്ടർ റോളിലേക്കും സുരാജ് ചേട്ടൻ വന്നു. ഏറ്റവും മനസ്സിൽ
എന്നോട് ഇപ്പോൾ ചോദിച്ചാലും ദശമൂലം ദാമു എൻ്റെ മനസ്സിൽ വരത്തുള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ സ്റ്റിക്കേഴ്സും ഉണ്ട്. അപ്പോൾ സുരാജ് ഏട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഭയങ്കര അധികം പ്രിപ്പറേഷൻ ചെയ്തതും ഇഷ്ടപ്പെട്ട ക്യാരക്ടറായ ഒരു കോമഡിയും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ചോദിച്ചാൽ ഏതാ പറയാനുള്ളത്? കോമഡി എല്ലാം ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തത്. ഏത് ക്യാരക്ടറായാലും, കോമഡി ആയാലും സീരിയസ് ആയാലും. അതിൽ ഭയങ്കര ഫേവറേറ്റ് എന്ന് പറയുന്നത് ദശമൂലം ദാമു ആണ്. പിന്നെ സീരിയസ് ചെയ്തത് എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ പ്രായത്തിൽ കവിഞ്ഞ് ഒരു വലിയ ഒരു 80 വയസ്സ് ഉള്ള ഒരാളിനെ ചെയ്തതെന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് കുഞ്ച്. അതിൽ പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേഷമൊക്കെ വെച്ച് എല്ലാ ഗെറ്റപ്പൊക്കെ റെഡിയായപ്പോൾ എൻ്റെ അപ്പൂപ്പനും അച്ഛൻ്റെയൊക്കെ ഒരു രൂപതാദൃശ്യം വന്നു. അത് ആ സമയത്ത് എൻ്റെ അച്ഛൻ മരിച്ചുള്ളൂ. എനിക്കതിൽ പേഴ്സണലി ഭയങ്കര അടുപ്പമായ ഇഷ്ടമായ ഒരു കഥാപാത്രമാണ്. ലിസ്റ്റിൻ ചേട്ടന് സുരാജ് ചേട്ടൻ ചെയ്ത 2 ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, കോമഡിയും സീരിയസും ചോദിച്ചാൽ? എനിക്ക് ഇഷ്ടപ്പെട്ടത് ദശമൂലം. കാരണം അത് ഒത്തിരി കൗണ്ടറായിട്ട് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിട്ട് അത് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളെ പോലെയുള്ള പ്രേക്ഷകന് എല്ലാവർക്കും ആ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സീരീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആക്ഷൻ ഹീറോ ബിജുവിലെ ആ ഒറ്റ സീൻ സീരിയസ്ലി അതൊരു ഹോൾഡിങ് ആയിട്ടുള്ള ഒരു സീനായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല അതുകൊണ്ടിട്ടാണല്ലോ, അത് പലർക്കും തോന്നിയത് കൊണ്ടിട്ടാണല്ലോ അവിടുന്ന് ഒരു എന്താ പറയുക ഓൺ ഇട്ട പോലെയാണ് വേറൊരു ഇതിലേക്ക് വന്നത്. ചേച്ചിക്കോ? കോമഡി എനിക്ക് എല്ലാം ഇഷ്ടമാണ് സുരാജ്. എനിക്ക് ഒരെണ്ണം പിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഹ്യൂമർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട്. പിന്നെ എനിക്ക് റീസെന്റ് ഞാൻ കണ്ട തെക്ക് വടക്കിലെ ആ ഒരു സെക്കൻഡ് ഹാഫിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് സുരാജ് ഏട്ടൻ്റെ. അത് ഭയങ്കര ഹുക്കിംഗ് ആയിരുന്നു, ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ്. അതുപോലെ തന്നെ എനിക്ക് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും ഇഷ്ടമാണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. സാറിനോ? ഈ കോമഡി പറഞ്ഞവർ പിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ മറ്റേ ആക്ഷൻ ഹീറോ ബിജു ഒറ്റ സീനുള്ളത് മതി. സുരാജ് കഴിഞ്ഞാറുമുന്നേ നമുക്ക് അതിൽ കാണാം. സുരാജന്റെ പടമൊന്നും കണ്ടിട്ടില്ലേ? അങ്ങനെയല്ല, നിങ്ങക്ക് തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മളിപ്പോ കോമൺ ആയിട്ട് കാര്യത്തിലേക്ക് ഓക്കെ, ശ്യാം ചേട്ടനോ? കോമഡി എന്നോട് ചോദിച്ചാലും ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് എല്ലാം ചില സിനിമ എന്ന് പറയുന്നതിനെക്കാട്ടിലും ചില സീൻസ് ഉണ്ട്. എനിക്ക് അതായത് പടമെന്ന് അറിയില്ല, ജയസൂര്യയുടെ പടം തോന്നുന്നു. മറ്റേ വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി ഇറങ്ങി പോകുമ്പോൾ ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചിട്ട് നോക്കിയിട്ട് ബ്രേക്ക് ഇല്ലാത്ത വണ്ടി എടുക്കുന്ന സാധനമുണ്ട്. ലോലിപോപ്പ് ആണോ എനിക്ക് ഓർമ്മയില്ല. മിസ്റ്റർ മലബാർ ഞാൻ ഇടയ്ക്കിരുന്ന് കാണും. കുഞ്ഞപ്പൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം കാണക്കാണ്. പിന്നെ മറ്റേ സാധനം ഇത് മേടിച്ചിട്ട് ഇതിലൂടെ ഫ്രീ കിട്ടിയെന്ന് പറയുന്ന ഒരു സാധനം. സത്യത്തിൽ അത് വാങ്ങിച്ചപ്പോ ഫ്രീ കിട്ടിയതാണോ? അന്നത്തെ ആണോ ഇത്? ഇത് സുരാജേട്ടന്റെ ഡ്രൈവറുടെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരാജേട്ടൻ വെക്കുന്നില്ലല്ലോ, അത് എടുത്തോണ്ട് പോകുന്നതാണ്. ഇന്നത്തെ കോമഡി അവസാനിക്കും 20-ാം തീയതി കാണാം. ഓക്കെ, എന്നായാലും 20-ാം തീയതി ഞങ്ങളും വെയിറ്റിംഗ് ആണ്. എന്താണ് ഈ എക്സ്ട്രാ ഡീസൻറ്റിലുള്ള ബിനുവിൻ്റെ ക്യാരക്ടർ, എന്താണ് ബിനു എന്നെ തൊളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഹൈപ്പോട് കൂടി ഞങ്ങളും ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ്. ഒരു ലാസ്റ്റ് ചോദ്യം, അത് ലിസ്റ്റിൻ ചേട്ടനോട്. സുരാജ് ചേട്ടൻ ഇതിനകത്ത് പ്രൊഡ്യൂസറും അഭിനയം വന്നു. ലിസ്റ്റിൻ ചേട്ടൻ എപ്പോഴാ അഭിനയം സംവിധാനത്തിലോട്ടും? ഇത് തന്നെ സഹിക്കാൻ പറ്റുന്ന പാട്. ഞാനും കൂടെ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് എത്രയും നേരം ഇരുന്നത്. ഇനി എല്ലാവർക്കും വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഈ വക കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഒരിക്കലും നിങ്ങളെ ഈ സിനിമ നിരുത്സാഹപ്പെടുത്തത്തില്ല. ഇ.ഡി. എന്ന സിനിമ തീർച്ചയായിട്ടും കുറച്ച് സവിശേഷത ഉള്ള ഒരു സിനിമ തന്നെയാണ്. 20-ാം തീയതി തിയേറ്ററിൽ വന്നിട്ട് ഇപ്പം നമ്മളൊക്കെ എല്ലാ സിനിമകളും ഞങ്ങളെ ഇറങ്ങുന്ന, ഇപ്പം ഞാൻ നിർമ്മിക്കുന്ന സിനിമകൾ, പുള്ളി അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളെല്ലാം ഇവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസിന്റെ ഭാഗമാണ് അത്. പക്ഷെ ഈ സിനിമ തീർച്ചയായിട്ടും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഇത് പ്രേക്ഷകരെ സന്തോഷപ്പെടുത്തും. സുരാജിന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമയായിരിക്കും. ഒപ്പം അഭിനയിച്ചവരുടെയും നല്ല സിനിമകളിൽ ഒരു സിനിമയായിരിക്കും എന്നുള്ളതിൻ്റെ അകത്ത് ഒരു മാറ്റവും ഇല്ല. അപ്പം ശേഷം ഭാഗം 20-ാം തീയതിക്ക് ശേഷം
20-ാം തീയതി മുതൽ സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.